Hello dear students, നമ്മൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്ത് YP കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ സം റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് സോൾവ് ചെയ്യാൻ തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ഇക്വേഷനെ ഞാൻ 1 എന്ന് കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എഴുതുക, അതായത് റൈറ്റ് സൈഡ് 0 ആക്കുക. 1ന്റെ റൈറ്റ് സൈഡ് 0 ആക്കുക. ഇതിനെ ഞാൻ 2 എന്ന് കൊടുത്തു. ഇത് സോൾവ് ചെയ്ത് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അത് നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അത് സോൾവ് ചെയ്ത് എമ്മിന്റെ വാല്യൂ റൂട്ട്സ് കണ്ടുപിടിക്കുക. റൂട്ട്സ് നമുക്ക് എങ്ങനെയാ കിട്ടിയത്? 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ് കിട്ടിയത്. സോ ജനറൽ സൊല്യൂഷൻ എങ്ങനെ വരും? C1 e raised to m1x plus C2 e raised to m2x. സോ ഞാൻ m1 m2 വരെ -1/2 -3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് YH കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ നോൺ ഹോമോജനസ് പാർട്ട് എടുത്തു. ഇവിടെ R of x നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും sin x cos x ഉള്ള 2 ടേമുകളുണ്ട്. ഓക്കെ, sin x വന്നാലും cos x വന്നാലും ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ വന്നാലും YP of x നമുക്കറിയാം. എന്താണ്? K1 C1 C2 ഞാൻ എടുക്കാത്ത ഓൾറെഡി ഇവിടെ C1 ഉം C2 ഉള്ളത് കൊണ്ടാണ്. YH C1 C2 ഉള്ളതുകൊണ്ടാണ് ഞാൻ YP C1 C2 എടുക്കാതെ K1 K2 എടുക്കുന്നത്. ഓക്കെ, അപ്പം സൈനോ കോസോ അല്ലെങ്കിൽ സൈൻ്റെ കോസിന്റെ ലീനിയർ കോമ്പിനേഷനോ വന്നാൽ YP എങ്ങനെ വരണം എന്നാണ് നമ്മൾ ആ ടേബിളിൽ എഴുതിയത്. K1 കോസ് എക്സ് പ്ലസ് K2 സൈൻ എക്സ്. ഓക്കെ, ഇവിടെ കോസ് എക്സ് സൈൻ എക്സ് വന്നുകൊണ്ടാണ് ഇവിടെയും കോസ് എക്സ് സൈൻ എക്സ് വന്നത്. ശ്രദ്ധിച്ചോണം, ഇവിടെ കോസ് 2x ആണ് വരുന്നതെങ്കിൽ ഇവിടെ കോസ് 2x സൈൻ 2x വേണമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം. പക്ഷെ പ്ലസ് അടുത്ത ഒരു ടേമും കൂടെ ഉണ്ട്. ഇതൊരു പോളിനോമിയൽ ആണ് അല്ലെ, എക്സിന്റെ കോഎഫിഷ്യൻ എക്സിന്റെ ടേം ആണ്. പോളിനോമിയൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എക്സ് വരുവാണെങ്കിൽ എങ്ങനെ നമ്മൾ YP വരണം എന്നാണ് പറഞ്ഞത്. K2 ഞാൻ അടുത്ത K3 എടുക്കട്ടെ. K3 പ്ലസ് K4 ഒരു കോൺസ്റ്റന്റ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ടേം വേണോ? വേണ്ട. ഇവിടെ x1 ആണ് ഫസ്റ്റ് കൂടി, x ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എക്സ് വരെ ഉള്ളത് മതി. ഓക്കെ, മനസ്സിലാവും. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? സൈനോ കോസോ വരുവാണെങ്കിൽ YP ഇങ്ങനെയാണെന്ന് നമ്മൾ ടേബിളിൽ എഴുതിയിട്ടുണ്ട്. ഇനി പോളിനോമിയൽ വരുവാണെങ്കിൽ എക്സ് വന്നിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് വരേണ്ടതെന്ന് നമ്മൾ ടേബിളിൽ എഴുതിയിട്ടുണ്ട് YP. സോ അപ്പം ടോട്ടൽ ഈ R of x ഇവരുടെ സമ്മാണ്. സോ YP എന്ന് പറയുന്നതും ഇവരുടെ സമ്മായിട്ട് വരും. ഇതാണ് നമ്മുടെ സം റൂള് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഒന്നുകിൽ ഈ പോളിനോമിയൽ വരും, അല്ലെങ്കിൽ സൈൻ അല്ലെങ്കിൽ കോസ് വരും അല്ലെ. R of xനകത്ത് ഇവരുടെ സം വന്നിട്ടില്ലായിരുന്നു. അപ്പം ഈ ക്വസ്റ്റ്യനിനകത്ത് സൈന്റെയും കോസിന്റെയും ടേം പ്ലസ് ഒരു പോളിനോമിയലാണ് വന്നിട്ടുള്ളത്. അപ്പം YP എന്ന് പറയുന്നതും ടേബിളിൽ എഴുതിയിട്ടുള്ള YPകളുടെ സമ്മായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതിനെ വേണമെങ്കിൽ YP1 എന്നും ഇതിനെ YP2 എന്നും വിളിക്കാം. വേണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് YP കിട്ടിക്കഴിഞ്ഞു. YP സം റൂൾ യൂസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തുള്ള കോൺസ്റ്റൻസ് K1 K2 K3 K4 ഇതെല്ലാം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ. എന്ത് ചെയ്യണം? YP ഡാഷ് ചെയ്യണം, YP ഡബിൾ ഡാഷ് ചെയ്യണം. എന്നിട്ട് തന്നിരിക്കുന്ന ഹോമോജനസ് ഇക്വേഷൻ 1 നോൺ ഹോമോജനസ് ഇക്വേഷൻ 1നകത്തോട്ട് ഇതെല്ലാം Yക്ക് പകരം YP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺസ്റ്റൻസുകളെല്ലാം കിട്ടുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. YP ഡാഷ് എന്ത് വരും? K1 കോൺസ്റ്റന്റ്, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് K2 കോൺസ്റ്റന്റ്, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് K3 കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നു, സോ ഡെറിവേറ്റീവ് 0. അടുത്ത K4 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. സോ ഇതാണ് YP ഡാഷ്. ഇനി YP ഡബിൾ ഡാഷ് എന്ത് വരും? മൈനസ് K1 കോൺസ്റ്റന്റ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് മൈനസ് ഇവിടെ വരുന്നത് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അല്ലേ. സോ മൈനസ് K2 സൈൻ എക്സ് പ്ലസ് K4 കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്ന് ഡെറിവേറ്റീവ് 0. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്താണെന്നൊന്ന് എടുത്തെഴുതണം. ഞാൻ എടുത്തെഴുതാം. സൈഡിലോട്ട് എടുത്തെഴുതുക. എന്താണ് ഇക്വേഷൻ 1? Y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ്
plus 0.75y is equal to 2 cos x minus 0.25 sin x plus 0.09x. അതാണ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം yp ഡബിൾ ഡാഷ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പ്ലസ് 2yp ഡാഷ് നമുക്കറിയാം പ്ലസ് 0.75y. yp എന്തായിരുന്നു? തൊട്ട് മുകളിലുണ്ട് k1 cos x plus k2 sin x plus k3 plus k4x equal to right side ഉള്ളത് 2 cos x minus 0.25 sin x plus 0.09x. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് കോൺസ്റ്റൻസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരേ ടേമുകളുള്ള ഒരേ ഫങ്ഷൻസ് ഉള്ള ടേമുകളുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് cos x sin x ആദ്യം നമുക്ക് ചെയ്യാം. cos x and sin x we get. ആദ്യം cos x ന്റെ ടേമുള്ള ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കേ, ഇവിടെ മൈനസ് k1 cos x. സോ മൈനസ് k1. ഇനി cos x എവിടെയാ ഉള്ള? ഇവിടെ വെളിയിലൊരു 2 ഉണ്ട്. 2k2 cos x അല്ലേ, പ്ലസ് 2k2. ഇനി cos x ഇവിടെ ഉണ്ട്, വെളിയിലൊരു 0.75 ഉണ്ട്. അപ്പം പ്ലസ് 0.75 k1. ഇനി ഇത്രയേ ഉള്ളൂ cos x. ഇനി റൈറ്റ് സൈഡിൽ cos x ന്റെ കോഎഫിഷ്യൻ 2 ആണ്. ഓക്കെ, ഇതാണ് ഒരു ഇക്വേഷൻ. ഇനി ഇതുപോലെ sin x ന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ മൈനസ് k2 sin x ഉണ്ട്. സോ മൈനസ് k2 കോഎഫിഷ്യന്റ് ആണ്. ഇനി ഇവിടെ മൈനസ് 2k1. ഇനി sin x ഇവിടെ ഉണ്ട്, പ്ലസ് 0.75 k2 ഈക്വൽ ടു ഇവിടത്തെ sin x ന്റെ കോഎഫിഷ്യന്റ് മൈനസ് 0.25. ഇനി എക്സ് ഇല്ലാത്ത ടേം കോൺസ്റ്റന്റ് ടേമുകൾ ഉണ്ടോ എന്ന് നോക്കുക. കോൺസ്റ്റന്റുകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. ഇതാ ഇവിടെ ഒരു 2 into k4 കാണുന്നില്ലേ. ഇക്വേറ്റിംഗ് ലൈറ്റ് പവേഴ്സ് ഓഫ് എക്സ്, equating coefficients of like powers of x എന്ന് പറയുമ്പം എക്സ് ഇല്ലാത്ത ടേം ആദ്യം കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പം 2k4 ലെഫ്റ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് ആണ്, ലെഫ്റ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റും കൂടെ ഉണ്ട്, പ്ലസ് 0.75 k3 ഇതും കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇല്ലാത്ത ടേം. ദിസ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എക്സ് ഇല്ലാത്ത ടേം ഉണ്ടോ? ഇല്ല, 0. ഇനി എക്സിന്റെ ടേമുകളുണ്ടോ? എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. എക്സിന്റെ ടേം ഇവിടെ ഉണ്ട്, k4 അല്ലെ, വെളിയിലൊരു 0.75 ഉണ്ട്. എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പം 0.75 k4. റൈറ്റ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 0.009. ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ എത്ര ഇക്വേഷൻസ് കിട്ടി? നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടി. 4 ഇക്വേഷനിൽ ലാസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് k4 എന്തെന്ന് കിട്ടി? 0.09/0.75. കാൽക്കുലേറ്ററിൽ ചെയ്യുക. .09/0.75 0.12 ആണ് കിട്ടിയത്. സോറി, ഒന്നുകൂടെ നോക്കട്ടെ.
ഈക്വൽ ടു 0.12. അപ്പോൾ K4 കിട്ടിക്കഴിഞ്ഞു. ഇനി K4 കിട്ടിയാൽ ഈ ഇക്വേഷനിൽ നിന്ന് K3 കണ്ടുപിടിക്കാമല്ലോ. K3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? -2K4 ഡിവൈഡഡ് ബൈ 0.75 വരും. ദാറ്റ് ഈസ് -2 ഇൻറ്റു 0.12 ബൈ 0.75 വരും. ദാറ്റ് ഈസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. -0.32 ആണ്, -0.32. കിട്ടി. ഇനി അപ്പൊ K3 K4 കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് K1 K2 കണ്ടുപിടിക്കുക. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. K1ന്റെ കോഎഫിഷ്യൻസ്, K1ന്റെ ടേമുകൾ ആഡ് ചെയ്ത് എഴുതുക. അതായത് ഇവിടെ -1, ഇവിടെ -1 പ്ലസ് 0.75, -0.25 K1 പ്ലസ് 2K2 ഈക്വൽ ടു 2. ഇവിടെ -2K1 പ്ലസ് 2K1. K2ന്റെ ടേമുകൾ -1 പ്ലസ് 0.75, -0.25 K2 ഈക്വൽ ടു -0.25. ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോൾവ് ചെയ്യുമ്പം നമുക്ക് K1 ഈക്വൽ ടു .12 സോറി K1 ഈക്വൽ ടു 0 എന്നും K2 ഈക്വൽ ടു 1 എന്നും കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് ഡൗട്ട് ചോദിക്കുക. രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ അറിയാലോ. ഞാൻ സോൾവ് ചെയ്യണോ? ഞാൻ സൈഡിലോട്ടൊന്ന് സോൾവ് ചെയ്തേക്കാം. ഒന്നുകൂടെ ഇക്വേഷൻസ് എടുത്ത് എഴുതാം. -0.25 K1 ഈക്വൽ ടു plus 2K2 equal to 2 minus 2K1 minus 0.25 K2 equal to minus 0.25. ഇതിനെ ഞാൻ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. സോൾവ് ചെയ്താണ് K1 K2 കണ്ടുപിടിക്കുന്നത്. സോൾവ് ചെയ്യാൻ അറിയാവുന്ന മേലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നുകിൽ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. കോഎഫിഷ്യൻസ് ഇപ്പോൾ സപ്പോസ് ഞാൻ K1ന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ്. K1ന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ K1ന്റെ കോഎഫിഷ്യൻ 2 ആണ്, -2 ആണ്. ഇവിടെ -0.25 ആണ്. അതായത് ഇക്വേഷൻ 1നെ ഒരു 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 0.25 into 8 അല്ലേ 2 വരുന്നത്. അപ്പം ഇക്വേഷൻ 1നെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ K1ന്റെ കോഎഫിഷ്യന്റ് -2 ആവും. -2K1 പ്ലസ് 8 into 2 16K2 ഈക്വൽ ടു 8 into 2 60. രണ്ടാമത്തെ ഇക്വേഷൻ അതേവിടെ എഴുതുക. -2K1 minus 0.25 K2 ഈക്വൽ ടു -0.25. ഇതിനി K1ന്റെ കോഎഫിഷ്യന്റ് സെയിം അല്ലേ, അപ്പൊ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പം ഇത് രണ്ട് സെയിം ടേമാണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ 0 ആവും. ഇനി ഇവിടെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. സോ അപ്പം 16K2 മൈനസ് -0.25 K2, അതായത് 16 പ്ലസ് 0.25. അപ്പം 16.25 K2 ഈക്വൽ ടു -0.25 or K2 ഈക്വൽ ടു -0.25 divided by 16.25.
minus 0.05. ചെറിയ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഒന്നും കൂടെ ഒന്ന് cos xന്റെ കോഎഫിഷ്യൻസ് -k1 -k2 -k1 -2k1 ഒരു -2k2 +2k2 +2k2 +0.75k. cos xന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തത് കറക്റ്റ് ആണ്. sin xന്റെ കോഎഫിഷ്യൻസ് -k2 -2k1 +0.75 k2 equal to -0.25. ശരിയാണ്. ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്. ഇനി സോറി, ഇവിടെ റൈറ്റ് സൈഡില് സമ്മല്ലേ മൈനസ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ 16 മൈനസ് -0.25, ഇവിടെയും 16.25 വരും അല്ലേ. എഴുതാം 16.25 വരും. സോ അപ്പം ഓഫ് കോഴ്സ് K2 എന്ത് വരും? K2 = 1 വന്നു. ഇനി K2 1 എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക. -2k1 is equal to 16 - 16k2. K2 1 എന്നുള്ളത് ഇട്ട് കൊടുക്കും. 16 - 16 1 കിട്ടും. സോ അതിൽ നിന്നും K1 = 0 കിട്ടും. സോ K1 0യും K2 1ഉം കിട്ടും. അപ്പൊ K1 K2 K3 K4 എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ YP എന്ത് കിട്ടും? therefore YP is equal to K1 0 ആണല്ലോ. സോ അപ്പം K1 cos x ന്റെ ടേം പോയി. ഇനി K2 1 ആണ്. സോ 1 sin x പ്ലസ് K0 കിട്ടിയത് -0.3, K3 കിട്ടിയത് -0.32 ആണ്. പ്ലസ് K4 കിട്ടിയത് 0.12x ആണ്. 0.12 ആണ് K4 കിട്ടിയത്. സോ അപ്പൊ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. YP ഇങ്ങനെ കിട്ടി. സോ therefore general solution of given non-homogeneous equation is y is equal to YH plus YP. ഓക്കെ, YH എന്തായിരുന്നു കിട്ടിയത്? YH കിട്ടിയത് നമുക്ക് C1 e raised to
x/2 പ്ലസ് c2 e റൈസ് ടു മൈനസ് 3x/2 ഇതാണ് കിട്ടിയത്. പിന്നെ പ്ലസ് yp കിട്ടിയത് sin x മൈനസ് 0.32 പ്ലസ് 0.12x. സോ ഇതാണ് നമ്മുടെ y. ഓക്കെ, അപ്പൊ ജനറൽ സൊല്യൂഷൻ കിട്ടി. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ജനറൽ സൊല്യൂഷനുള്ള C1 C2 നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, സോ അത് എലിമിനേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്കറിയാം. ഓൾറെഡി നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് നമ്മൾ തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? y ഓഫ് 0 ഈക്വൽ ടു 2.78, y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 4.3. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ. y ഓഫ് 0 2.78 എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ 3 കൊടുക്കുമ്പം, ഇത് ഇക്വേഷൻ 3 ആണെങ്കിൽ ഇക്വേഷൻ 3-ക്കകത്ത് ആക്ച്വലി നിങ്ങൾ തന്നെ ചെയ്യാവുന്നുള്ളൂ അല്ലേ. x ഈക്വൽ ടു 0, y ഈക്വൽ ടു 2.78 ഇൻ ഇക്വേഷൻ 3. y 2.78 is equal to c1 e raised to 0, x ന് 0 അല്ലേ, അപ്പൊ e raised to 0 1 പ്ലസ് c2 again e raised to 0 1 പ്ലസ് sin 0 0 ആവും പ്ലസ് 0.12x, x ന് 0 കൊടുക്കുമ്പോൾ ആ ടേം 0. അപ്പൊ സോ ഇവിടെ c1 പ്ലസ് c2 മാത്രം. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അഗെയിൻ ഇക്വേഷൻ 3യെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് അടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇക്വേഷൻ 3യെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഡാഷ് ഇസ് ഈക്വൽ ടു c1 കോൺസ്റ്റന്റ് e റൈസ് ടു മൈനസ് x/2ന്റെ ഡെറിവേറ്റീവ് e റൈസ് ടു മൈനസ് x/2 ഇൻറ്റു മൈനസ് x/2ന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് 1/2 പ്ലസ് c2 e റൈസ് ടു മൈനസ് 3x/2 ഇൻറ്റു മൈനസ് 3/2 പ്ലസ് sin x-ന്റെ ഡെറിവേറ്റീവ് cos x മൈനസ് 0.32ന്റെ ഡെറിവേറ്റീവ് 0 കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നുകൊണ്ട് പ്ലസ് 0.12 x-ന്റെ ഡെറിവേറ്റീവ് 1. ഇതാണ് y ഡാഷ്. ഇനി ഇതിനകത്ത് അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ എന്താ? y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 0.43. സോ x-ന് 0 കൊടുക്കുമ്പോൾ y എന്താവും? y ഡാഷ് എന്താവും? മൈനസ് 0.43. ഇതിനെ y ഡാഷ് എന്നുള്ള ഇക്വേഷനെ ഞാൻ 4 എന്ന് കൊടുത്താൽ ഇക്വേഷൻ 4-നകത്തോട്ട് x0യും y ഡാഷ് 0.43 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൈനസ് 0.43 ഇസ് ഈക്വൽ ടു x0 അല്ലേ, സോ c1 ഇൻറ്റു മൈനസ് ഹാഫ്. സോ അപ്പം മൈനസ് 1/2 c1 മൈനസ് 3/2 c2 പ്ലസ് cos 0 1 പ്ലസ് 1 പ്ലസ് 0.12 ഇസ് ഈക്വൽ ടു ഞാനൊരു 1/2 കോമൺ എടുക്കും, മൈനസ് 0.43. ഈ c1 c2 ഇല്ലാത്ത ടേമുകളുണ്ടല്ലോ, ഇതിനെ ഞാൻ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. സോ അപ്പം മൈനസ് 1 മൈനസ് 0.12 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഞാനൊരു 1/2നെ മൈനസ് 1/2നെ കോമൺ എടുക്കും, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, മൈനസ് 1/2നെ ഞാൻ കോമൺ എടുത്താൽ എനിക്ക് കിട്ടുന്നത് c1 പ്ലസ് 3c2 ആണ്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം മൈനസ് 0.43 മൈനസ് 1 മൈനസ് 0.12 മൈനസ് 1.55 ആണ്. മൈനസ് 1.55 ഈ ഇൻറ്റു ബൈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇത് ഇൻറ്റു 2 ആവും. ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് c1 പ്ലസ് 3c2. മൈനസ് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യുമ്പം c1 പ്ലസ് 3c2 ഇസ് ഈക്വൽ ടു 1.55 ഇൻറ്റു 2
ദാറ്റ് ഈസ് 3.1. ഓക്കെ, തൊട്ട് മുമ്പേ കിട്ടിയാൽ നമുക്ക് ഇക്വേഷൻ C1 + C2 = 2.78. അതും കൂടെ ഇവിടെ എഴുതാം. C1 + C2 = 2.78. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. C1 അപ്പം ക്യാൻസൽ ചെയ്യും. 3C2 - C2 2C2 = 3.1 minus 2.78 0.32. ഇതിൽ നിന്നും C2 = 0.32/2, that is 0.16. C2 കിട്ടി. ഇനി C1 കിട്ടാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട്, ഇപ്പൊ അതായത് ഇപ്പം C1 രണ്ടാമത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷനിൽ നിന്ന് C1 = 2.78 minus C2. C2ന്റെ വാല്യൂ ഞാൻ കൊടുക്കുവാണ്. 2.78 minus 0.16. 2.62. C1 C2ന്റെ ഈ വാല്യൂസ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ഇക്വേഷൻ 3 എക്സിന് 0യും വൈക്ക് 2.78 കൊടുക്കുമ്പോൾ C1 + C2 minus 0.3 ഇത് വിട്ടു അല്ലേ? നമ്മൾ ഈ -0.32 എന്നുള്ള വാല്യൂ ഇവിടെ എഴുതാൻ മറന്നുപോയി. സോ എല്ലാം മാറിപ്പോയി. സോ ഈ ഇക്വേഷൻ C1 + C2 = -0.32 ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പം 2.78 + 0.32 വരും. അപ്പോൾ 3.1 വരും. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. C1 + C2 എന്ന് പറയുന്നത് 3.1 ആണ്. 3.1 ആണ്. സോ 2C2 = 0 ആണ് ഇവിടെ വരുന്നത്. 0. സോ C2 എന്തായി? 0 ആയി. C2 0 എന്നുള്ളത് C1 അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ C1ന്റെ വാല്യൂ 2.78 ആണ്. 2.78 അല്ല, ഈ ഇക്വേഷൻ റൈറ്റ് സൈഡ് 3.1 അല്ലേ? 3.1. സോ ദിസ് ഈസ് ഈക്വൽ ടു 3.1. സോ C1 3.1ഉം C2 0യും ആണ്. ഇനി ഇക്വേഷൻ 3ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഈസ് y = എന്തായിരുന്നു? C1 3.1 e⁻⁻x/2 പ്ലസ് C2 0 ആയി, ആ ടേം വേണ്ട, പ്ലസ് yp എന്ന് പറയുന്നത് sin x minus 0.32 plus 0.12x. Okay, this is a required solution. Okay, thank you. എക്സസൈസിൽ പ്രോബ്ലംസ് ഉണ്ട്, ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉള്ളത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.